ഹായ്, വെൽക്കം ടു റിച്ചൂസ് ഡൈൻ ആൻഡ് ഡിസൈൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോക്കനട്ട് ലഡുവാണ്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓരോ സാധനങ്ങളും 250 മില്ലിയുടെ കപ്പിൻ്റെ അളവിനാണ് എടുത്തിരിക്കുന്നത്. അളവൊക്കെ ഒന്ന് കറക്റ്റാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 2 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇതെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണണം. അതുപോലെ തന്നെ ഇനി വേണ്ടത് പാൽപ്പൊടിയാണ്. 250 മില്ലിയുടെ കപ്പിന് 1 കപ്പ് പാൽപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി പഞ്ചസാരയാണ്. പഞ്ചസാര 1/2 കപ്പ്, 250 മില്ലിയുടെ കപ്പിന് 1/2 കപ്പ് പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. 2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ വേറെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതേ കപ്പിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പഞ്ചസാര നല്ല കുറുകിയ ലായനിയായിട്ട് എടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ തിക്കായിട്ട് കിട്ടുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. പാൽപ്പൊടി ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് ചൂടാറിയ ശേഷം കയ്യിൽ നെയ്യ് തടവി നമുക്ക് ആവശ്യമായ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ കൊണ്ടുള്ള ലഡു തയ്യാറായിട്ടുണ്ട്. ഓരോ ഉരുളകളും ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന തേങ്ങ കൊണ്ടുള്ള ലഡു തയ്യാറായിട്ടുണ്ട്. നിങ്ങളുണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.